ഇന്നത്തെ വചനചിന്ത ഗോഡ് വിൽ ലുക്ക് ആഫ്റ്റർ യു. ഒരമ്മ തൻ്റെ മകനെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് എല്ലാ ദിവസവും പറയുന്ന വാക്കുകളാണിവ. അവൻ്റെ തലയിൽ ഉമ്മ വച്ചിട്ട് എല്ലാ ദിവസവും ആ അമ്മ ഇത് ആവർത്തിക്കും. ഗോഡ് വിൽ ലുക്ക് ആഫ്റ്റർ യു. ദൈവം എന്നെ നോക്കിക്കൊള്ളും. അത് അവൻ്റെ ഹൃദയത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടു. അന്ന് അമ്മയുടെ ഏറ്റവും ഫേവററ്റ് വാക്കുകളായി രണ്ടുപേരുടെയും ഉള്ളിൽ അത് തറയ്ക്കപ്പെട്ടു. മകൻ വളർന്നു വലുതായി. അമ്മയ്ക്ക് പ്രായമായി. അമ്മയുടെ ഓർമ്മയെല്ലാം നഷ്ടമായി. ഒരു കെയർ ഹോമിൽ അമ്മയെ കൊണ്ടുപോകുവാൻ അവൻ തീരുമാനിച്ചു. അമ്മയ്ക്കൊന്നും അറിയില്ല. മകനെയും മറ്റാരെയും തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതി. നിറകണ്ണുകളോടുകൂടെ മകൻ അമ്മയെ കെയർ ഹോമിലേക്ക് ആക്കി തിരികെ പോകുമ്പോൾ അവൻ അമ്മയോട് പറഞ്ഞു, ഗോഡ് വിൽ ലുക്ക് ആഫ്റ്റർ യു. ദൈവം നിന്നെ നോക്കിക്കൊള്ളും. അമ്മയ്ക്ക് അതുമാത്രം മനസ്സിലായി. മകനോട് എന്നും പറഞ്ഞു കൊടുത്ത ആ സൂത്രവാക്യം അമ്മ ഒരിക്കൽ കൂടെ കേട്ടപ്പോൾ അമ്മയുടെ കണ്ണു നിറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ ഏത് ഓർമ്മകളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് ദൈവം നമ്മെ നോക്കിക്കൊള്ളുമെന്നത്. മനുഷ്യൻ്റെ സ്നേഹം പരിമിതിയുള്ളതാണ്. അത് സ്കൂളിൻ്റെ വാതിൽക്കലും കെയർ ഹോമിൻ്റെ വാതിൽക്കലും അവസാനിക്കുന്നു. ഒരു പരിധി കഴിഞ്ഞാൽ മനുഷ്യ സ്നേഹം സഞ്ചരിക്കുന്നില്ല. അത് അവിടെ അവസാനിക്കുന്നു. മനുഷ്യ സ്നേഹം നമ്മെ കരങ്ങളിൽ ഉയർത്തി ഗുഡ് ബൈ പറയുമ്പോൾ ദൈവം അവിടെ നമ്മെ കൈവിടുന്നില്ല. വാക്കുമാറുന്ന മനുഷ്യരുടെ ഇഷ്ടാനിഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് സഞ്ചരിക്കുന്നില്ല. ഒരിക്കലും മാറില്ലെന്ന് നാം ചിന്തിക്കുന്ന മനുഷ്യ സ്നേഹം നമ്മുടെ കുറവുകൾ അംഗീകരിക്കാതെ മാറി മറയുന്നു. നമ്മുടെ കുറവുകളും നാം പറയുന്ന ക്ഷമകളുമൊന്നും മനുഷ്യരുടെ സ്നേഹം കേൾക്കുന്നില്ല. മനുഷ്യർ മാറും. അങ്ങനെയാണ്. അവസാനം വരെ കൂടെയുണ്ടെന്ന് നാം കരുതുന്നവരും മാറും. മനുഷ്യൻ്റെ സ്നേഹത്തിന് ഒരു കാലാവധിയുണ്ട്, ഒരു കണക്കുണ്ട്. അത് കഴിഞ്ഞാൽ ആ കതകുകൾ നമ്മുടെ നേരെ കൊട്ടിയടക്കപ്പെടുന്നു. എന്നാൽ നമ്മെ അംഗീകരിക്കുന്ന ആ ദൈവസ്നേഹത്തിൻ്റെ ചൂട് നാം അനുഭവിക്കണം. മരവിച്ചിരിക്കുന്ന നമ്മുടെ ചിന്തകളുടെ ആഴങ്ങളിലേക്ക് ആ സ്നേഹത്തിൻ്റെ ശബ്ദം ഊർന്നിറങ്ങണം. ആഴത്തിൽ ആ സ്നേഹം ഇറങ്ങി നമ്മെ സൗഖ്യമാക്കണം. ക്രൂശിലെ സ്നേഹം, രക്തം നമ്മുടെ ആന്തരികാത്മാവിനെ സൗഖ്യപ്പെടുത്തണം. യെശയ്യാപ്രവചന പുസ്തകം 46-ാം അധ്യായം 3 മുതലുള്ള തിരുവചന പ്രകാരം വായിക്കുന്നു. ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായി യാക്കോബ് ഗൃഹവും ഇസ്രായേൽ ഗൃഹത്തിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പിൻ. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ. നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കും, ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ ആരോട് ഉപമിച്ച് സദൃശ്യമാക്കും? തമ്മിൽ ഒത്തുവരത്തക്കവണ്ണം എന്നെ ആരോട് തുല്യമാക്കും? അവർ സഞ്ചിയിൽ നിന്ന് പൊന്ന് കുടഞ്ഞിടുന്നു, തുലാസിൽ വെള്ളി തൂക്കുന്നു, തട്ടാനെ കൂലിക്ക് വയ്ക്കുന്നു. അവർ അതുകൊണ്ട് ഒരു ദേവനെ ഉണ്ടാക്കുന്നു. അവർ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നു. അവർ അറിയാതെ തോളിൽ എടുത്തുകൊണ്ടുപോയി അതിൻ്റെ സ്ഥലത്ത് നിർത്തുന്നു. അത് തൻ്റെ സ്ഥലത്തു നിന്ന് മാറാതെ നിൽക്കുന്നു. അതിനോട് നിലവിളിച്ചാൽ അത് ഉത്തരം പറയുന്നില്ല. കഷ്ടത്തിൽ രക്ഷിക്കുന്നതുമില്ല. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, നാം ആരാധിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്. നാം ആരാധിക്കുന്നത് ഏത് കഷ്ടതയിലും ഏത് പ്രതികൂലത്തിലും നമ്മോടുകൂടെ ഇറങ്ങി വരുന്ന, നമ്മുടെ കൂടെ വസിക്കുന്ന യേശുവിനെ നാം ആരാധിക്കുന്നത്. എബ്രായർ ബാലന്മാർ തീച്ചൂളയിൽ വീണുപോയപ്പോൾ തീച്ചൂളയിലേക്ക് അവർ ചാരമായെന്നല്ല, തീച്ചൂളയിൽ 4-ാമനായി ഇറങ്ങി വന്ന ദൈവപുത്രനുണ്ട്. ഭക്തനായ ദാനിയനെ സിംഹക്കുഴിയിൽ എറിയുമ്പോൾ സിംഹത്തിൻ്റെ വായ അടയ്ക്കുവാൻ ദൂതനയച്ച ദൈവമുണ്ട്. ഏത് മേഖലകളിലും ഒറ്റപ്പെട്ടു പോകാതെ അവിടെ ഇറങ്ങി വരുന്നൊരു ദൈവത്തെ നാം ആരാധിക്കുന്നത്. ഏത് മേഖലകളിലും ദൈവം നമ്മെ നോക്കുന്നുണ്ട്. ഗോഡ് വിൽ ലുക്ക് ആഫ്റ്റർ യു. ദൈവം നമ്മെ നോക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കണ്ണ് ഏത് നിമിഷവും താങ്കളുടെ മേലും താങ്കളുടെ തലമുറയുടെ മേലുമുണ്ട്. ആകയാൽ നമ്മെ കാണുന്ന ദൈവത്തിൻ്റെ കരം പിടിച്ച് ദൈവിക പദ്ധതിക്കനുസരിച്ച് മുന്നോട്ട് വിശ്വാസത്തോടുകൂടെ ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.